നമസ്കാരം. എറണാകുളം പറവൂരിൽ 27 ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായിരിക്കുകയാണ്. അനധികൃതമായി മതിയായ രേഖകളൊന്നുമില്ലാതെ അന്യസംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന താമസിച്ചിരുന്നവരാണ് പിടിയിലായത്. ഭീകരവിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത ഓപ്പറേഷനിലാണ് ഇത്രയധികം വിദേശികൾ പിടിയിലായിരിക്കുന്നത്. ഈ സംയുക്ത ഓപ്പറേഷന് ഇവർ നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ക്ലീൻ എന്നാണ്. ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഭാഗമായി ഇതുവരെ ഈ മാസം സംസ്ഥാനത്ത് പിടിയിലായത് 34 ബംഗ്ലാദേശി സ്വദേശികളാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഗ്രാമങ്ങളും നഗരങ്ങളൊന്നും വ്യത്യാസമില്ലാതെ ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകുകയാണ്. ഇവർക്കിടയിൽ വിദേശികളായ ബംഗ്ലാദേശികളുണ്ട്. അവർ അനധികൃതമായി ഈ രാജ്യത്തെത്തിയവരാണെന്നും ഭീകരപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്കായി എത്തിയിട്ടുള്ളവരാണ് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉയർന്നതാണ്. എന്നാൽ കേരളത്തിലെ സർക്കാർ ഈ ആരോപണങ്ങളെ ഗൗരവത്തിലെടുത്തില്ല എന്ന് മാത്രമല്ല, അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിച്ച് ഇവർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്കിടയിൽ അനധികൃതമായി വിദേശത്തു നിന്നും കുടിയേറിയവരുണ്ട് എന്ന ആരോപണം വരുമ്പോൾ തീർച്ചയായും അത് പരിശോധിക്കേണ്ടതായിരുന്നു. പക്ഷേ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നടപടി ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാകുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരനാണ് പിടിയിലായത്. രാജ്യത്താകമാനം ജാർഖണ്ഡിലും അതുപോലെ തന്നെ അസം പോലെയുള്ള സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഇവിടെ നിന്നെല്ലാം കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെല്ലാം ഇത്തരത്തിൽ അനധികൃതമായി രാജ്യത്തിനകത്തേക്ക് കുടിയേറി പാർത്ത വിദേശികളാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതെല്ലാം കേന്ദ്ര സർക്കാരിനെ അനധികൃത കുടിയേറ്റത്തിനെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതരാക്കിയിരുന്നു. അങ്ങനെ വളരെ കർശനമായ നടപടി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ എടുക്കണം എന്ന് ഈ കഴിഞ്ഞയാഴ്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിരുന്നു. മുംബൈയിൽ നടന്ന അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒന്നുകൂടി ആ നിർദ്ദേശം പുതുക്കിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റഡാറിൽ കേരളവും പെട്ടിരുന്നു. കാരണം മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർ കേരളത്തിലാണ് എന്ന അനൗദ്യോഗികമായ പല കണക്കുകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നിർദ്ദേശം വന്നതോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നടപടി തുടങ്ങിയത്. ഭീകരവിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ആരംഭിച്ചിരിക്കുന്നത്. അവർക്ക് അത്തരത്തിലൊരു നടപടി എടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി വിദേശികൾ ഇപ്പോൾ കൂട്ടമായി അറസ്റ്റിലാവുകയാണ്. എറണാകുളം പറവൂരിൽ നിന്ന് മാത്രമാണ് ഇത്രയധികം വിദേശികൾ അറസ്റ്റിലായിരിക്കുന്നത്. പറവൂർ മേഖല നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു വിഹാര കേന്ദ്രം തന്നെയാണ്. ഇതൊന്നല്ല, കേരളത്തിൽ 100 കണക്കിന് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇവിടങ്ങളിലെല്ലാം പരിശോധന നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും കൂടുതൽ വിദേശികൾ പിടിയിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ചും ഇവരുടെ എണ്ണം ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാകാം. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്നത്. ഇത് തീർച്ചയായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയതാണ്. മാത്രമല്ല, ഈ പിടികൂടിയ വിദേശികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവർ എന്തിനു വേണ്ടി കേരളത്തിലേക്ക് വന്നു, എന്താണ് ഇത്രയും കാലം ഇവർ കേരളത്തിൽ ചെയ്തത് എന്നതൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ വിധേയമാക്കി വരികയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളും രംഗത്തുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.